പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ലുത്തിനിയയുടെ സമ്പന്നമായ ചരിത്രം നൂറ്റാണ്ടുകളുടെ പൗരാണികതയുള്ളതാണ്. ഇറ്റലിയിലെ ലൊറേറ്റോയിലാണ് ഈ ലുത്തിനിയയുടെ ആരംഭവും ശൈശവ കാലഘട്ടവും. 1587 ഡിക്സ്തൂസ് അഞ്ചാമൻ മാർപ്പാപ്പ ഈ ലുത്തിനിയയുടെ പരസ്യമായ ഉപയോഗത്തിന് അനുവാദം കൊടുക്കുക. ലൊറേറ്റോ ലുത്തിനിയയുടെ ഉത്ഭവത്തിന് മറ്റ് മുൻകാല മരിയൻ ലുത്തിനിയകളും പൗരസ്ത്യ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നിരവധി മാർപ്പാപ്പമാർ പരിശുദ്ധ മറിയത്തിന് നൽകിയിരിക്കുന്ന ഔപചാരിക വിശേഷണങ്ങളും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഈ ലുത്തിനിയ ഭക്തിപൂർവം പ്രാർത്ഥിക്കുന്നവർക്ക് ഭാഗിക ദണ്ഡവിമോചനവും കത്തോലിക്ക സഭ അനുവദിച്ചിട്ടുണ്ട്. ലുത്തിനിയ എന്ന പദം പ്രാർത്ഥന എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആവിർഭവിച്ചിരിക്കുക. ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ 54 വിശേഷണങ്ങളാണ് ലുത്തിനിയയിൽ ഉള്ളത്. ഈ 54 വിശേഷണങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. 1. പരിശുദ്ധ മറിയമേ. സാങ്ക്ത മരിയ എന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ വിശുദ്ധിയെയും രക്ഷാകര ചരിത്രത്തിലെ പ്രാധാന്യത്തെയും പ്രതിധ്വനിപ്പിക്കുന്നു. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 2. ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി. ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി എന്ന നാമം AD 431 നടന്ന എഫേസോസ് കൗൺസിലിലാണ് പ്രമാണീകരിക്കപ്പെടുന്നത്. ഈ വിശേഷണത്തിലൂടെ മനുഷ്യ രൂപമെടുത്ത ഈശോയിൽ മനുഷ്യനായി തീർന്ന ദൈവത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ അമ്മ എന്നത് ഉറപ്പിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 3. കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യകയെ. പരിശുദ്ധ അമ്മയുടെ നിത്യ കന്യകാത്വവും നിർമ്മലതയും വിവക്ഷിക്കുന്നതാണ് ഈ വിശേഷണം. കന്യകമാരിൽ ഏറ്റവും ശ്രേഷ്ഠയാണ് പരിശുദ്ധ അമ്മ. കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 4. മിശിഹായുടെ മാതാവേ, മാതർ ക്രിസ്തി. ഈ നാമം രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള സവിശേഷമായ സ്ഥാനവും ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തിൽ അവൾ പ്രകടമാക്കിയ വിശ്വാസത്തോടു കൂടിയ പ്രതികരണത്തെയും അനുസ്മരിക്കുന്നു. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 5. ദൈവവരപ്രസാദത്തിൻ്റെ മാതാവേ. ദൈവത്തിൻ്റെ അനന്തമായ കൃപാകടാക്ഷം ലോകത്തിന് ലഭ്യമായത് ഈശോ മിശിഹായിലൂടെയാണ്. കൃപ ഇന്നും ലഭ്യമാകുന്നത് ഈശോയിലൂടെ മാത്രമാണ്. ഈശോയിലൂടെയുള്ള രക്ഷാകരമായ ദൈവിക പദ്ധതിക്ക് വാതിലും വഴിയുമായത് പരിശുദ്ധ അമ്മയാണ്. ദൈവവരപ്രസാദത്തിൻ്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 6. പ്രത്യാശയുടെ മാതാവേ. പ്രത്യാശയുടെ മാതാവേ എന്ന വിശേഷണം 2020 ഫ്രാൻസിസ് മാർപ്പാപ്പ കൂട്ടിച്ചേർത്തതാണ്. രോഗങ്ങളും പ്രയാസങ്ങളും വിശ്വാസികളുടെ ജീവിതത്തിൽ വേദനയും ആശങ്കയും വർദ്ധിപ്പിക്കുമ്പോൾ ആ പരിശുദ്ധ അമ്മ വലിയ മാതൃകയും മധ്യസ്ഥയുമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ശീർഷകം. പ്രത്യാശയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 7. ഏറ്റവും നിർമ്മലയായ മാതാവേ. ഏറ്റവും നിർമ്മലയായ മാതാവേ എന്നത് അമലോത്ഭവയും നിർമ്മലയുമായ പരിശുദ്ധ അമ്മയുടെ പാപക്കറകളേതുമില്ലാത്ത ജീവിതത്തെ സൂചിപ്പിക്കുന്ന നാമമാണ്. ഏറ്റവും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തയായ മാതാവേ. 8ാമത്തെ ഈ നാമം പരിശുദ്ധ അമ്മയുടെ ബ്രഹ്മചര്യ വിശുദ്ധിയെയും വിശുദ്ധ യൗസേപ്പിതാവിനോടൊപ്പമുള്ള വിശുദ്ധ ജീവിതത്തെയും സൂചിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ലൈംഗിക വിശുദ്ധിയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുക. അത്യന്ത വിരക്തയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 9. കളങ്കമറ്റ കന്യകയായ മാതാവേ.
പാപത്തിൻ്റെതായ കളങ്കമേതുമേശാത്ത ജന്മമാണ് അമ്മയുടേത്. പാപം തൊടാത്തവളാണ്. പാപത്തിൻ്റെ മുൻപിൽ ജനനം മുതൽ കന്യകയായി തന്നെ തുടർന്നവളാണ് പരിശുദ്ധ അമ്മ എന്നാണ് ഈ വിശേഷണം വിവക്ഷിക്കുന്നത്. കളങ്കമറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 10. കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, ജന്മപാപമില്ലാത്തവൾ കർമ്മപാപവും പ്രവർത്തിച്ചില്ല. പാപത്തോടുള്ള തൻ്റെ വിരക്തി അവൾ നിത്യകാലവും കാത്തു സൂക്ഷിച്ചു. തൻ്റെ പാപരാഹിത്യത്തെ അവൾ നഷ്ടപ്പെടുത്തിയില്ല. കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 11. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഈ ശീർഷകം പരിശുദ്ധ അമ്മയുടെ തൻ്റെ മക്കളായ നമ്മോടുള്ള സ്നേഹത്തെ പ്രതിനിധാനം ചെയ്യുന്നു. തൻ്റെ ഏകപുത്രനായ ഈശോയെ അവൾ എപ്രകാരം സ്നേഹിച്ചുവോ അതുപോലെ തന്നെ ആ അമ്മ നമ്മെയും സ്നേഹിക്കുന്നു. ഒരു സ്നേഹയോഗിനിയാണവൾ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 12. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, അത്ഭുതത്തിന് വിഷയമായ മാതാവേ എന്നത് പരിശുദ്ധ അമ്മയിൽ അത്ഭുതകരമായി ദൈവം ഒരുക്കിയ, അവളിൽ വിളങ്ങിയ ശ്രേഷ്ഠ പുണ്യങ്ങളെയും നന്മകളെയും പ്രതിയുള്ള ഓർമ്മയാണ്. ദൈവകുമാരൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ അമ്മയ്ക്കുണ്ടായിരുന്ന പങ്ക് നിഷേധിക്കാനാവുന്നതല്ലോ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 13. സതുപദേശത്തിൻ്റെ മാതാവേ, അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത നല്ല അമ്മയുടെ വിശേഷണം പരിശുദ്ധ അമ്മയ്ക്ക് അനുയോജ്യമാണ്. 1903 ലിയോ 13 മാർപ്പാപ്പയാണ് ഈ നാമം ലുത്തിനിയയിൽ കൂട്ടിച്ചേർക്കുന്നത്. ജീനസാനോ മാതാവിൻ്റെ അത്ഭുത ചിത്രവും ഈ വിശേഷണത്തിന് ഹേതുവായി. സതുപദേശത്തിൻ്റെ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 14. സൃഷ്ടാവിൻ്റെ മാതാവേ, സൃഷ്ടാവിൻ്റെ മാതാവേ എന്നത് സൃഷ്ടകർത്താവായ ദൈവത്തെ നൊന്തു പെറ്റവളാണീ അമ്മ എന്ന ഓർമ്മപ്പെടുത്തലാണ്. സൃഷ്ടാവിൻ്റെ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 15. രക്ഷകന്റെ മാതാവേ, ഈ നാമം ഏകരക്ഷകനായ ദൈവത്തെ കാത്തുരക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവളാണ് പരിശുദ്ധ അമ്മ എന്ന് സൂചിപ്പിക്കുന്നു. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 16. തിരുസഭയുടെ മാതാവേ, തിരുസഭയുടെ മാതാവേ എന്ന നാമം 1980 പോൾ 6 മാർപ്പാപ്പ കൂട്ടിച്ചേർത്ത നാമമാണ്. തിരുസഭയുടെ കരുത്തും മാർഗദർശിയുമാണ് അമ്മ എന്ന സത്യവും വിളിച്ചോതുന്നതാണ് ഈ നാമം. തിരുസഭയുടെ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 17. കാരുണ്യത്തിൻ്റെ മാതാവേ, ഫ്രാൻസിസ് മാർപ്പാപ്പ കൂട്ടിച്ചേർത്ത രണ്ടാമത് പരിശുദ്ധ അമ്മയുടെ വിശേഷണമാണിത്. ദൈവകരുണ ആദ്യം സ്വീകരിച്ചത് പരിശുദ്ധ അമ്മയാണെന്നും അതുകൊണ്ട് തന്നെ ദൈവകരുണയുടെ ഏറ്റവും ഉദാത്തമായ സാക്ഷാത്കാരം അവളിൽ തന്നെയാണെന്നും ഈ നാമം വിവക്ഷിക്കുന്നു. കാരുണ്യത്തിൻ്റെ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 18. ഏറ്റവും വിവേകമതിയായ കന്യകയെ, പരിശുദ്ധ അമ്മയുടെ ജ്ഞാനത്തെയും വിവേകപൂർണമായ തിരഞ്ഞെടുപ്പുകളെയും സൂചിപ്പിക്കുന്ന വിശേഷണമാണിത്. ഏറ്റവും വിവേകമതിയായ കന്യകയെ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 19. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകയെ, പരിശുദ്ധ അമ്മ എത്രയും വണക്കത്തിനും ബഹുമാനത്തിനും യോഗ്യയാണെന്നതിൻ്റെ സൂചകമാണ് ഈ നാമം. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകയെ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 20. സ്തുതിക്ക് യോഗ്യയായ കന്യകയെ, പരിശുദ്ധ അമ്മയുടെ സ്തുത്യമായ ദൈവിക പുണ്യങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ വിശേഷണം. പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന ദൈവവിശ്വാസവും ദൈവശരണവും ദൈവഭക്തിയും ഓർമ്മിക്കുന്നു ഇവിടെ. സ്തുതിക്ക് യോഗ്യയായ കന്യകയെ,
ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 21. മഹാവല്ലഭയായ കന്യകയെ, നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ അപേക്ഷകളിൽ തൻ്റെ പുത്രനോട് നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം അപേക്ഷിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. ശക്തമായ മാധ്യസ്ഥ്യം വഹിക്കാനും നമുക്ക് വേണ്ടി തൻ്റെ പുത്രനോട് അപേക്ഷിക്കാനുമുള്ള പരിശുദ്ധ അമ്മയുടെ ശക്തിയെ വിളിച്ചോതുന്നതാണ് ഈ നാമം. മഹാവല്ലഭയായ കന്യകയെ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 22. കനിവുള്ള കന്യകയെ, പരിശുദ്ധ അമ്മയുടെ തൻ്റെ മക്കളോടുള്ള കനിവും ദയയും നിറഞ്ഞ ഹൃദയത്തെ എടുത്തു കാണിക്കുന്നതാണ് ഈ വിശേഷണം. കനിവുള്ള കന്യകയെ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 23. ഏറ്റവും വിശ്വസ്തയായ കന്യകയെ, ദൈവത്തോട് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന വിശ്വസ്തത ഏറെ സുദൃഢമായിരുന്നു. ദൈവത്തെ അവൾ വിശ്വസിച്ചതുപോലെ ദൈവം അവളെയും വിശ്വസിച്ചു. ഏറ്റവും വിശ്വസ്തയായ കന്യകയെ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 24. നീതിയുടെ ദർപ്പണമേ, നീതിമാനായ ദൈവത്തിൻ്റെ നീതിയാലുള്ള ദയാവായ്പിൻ്റെ ഉത്തമ പ്രതിഫലനമായിരുന്നു പരിശുദ്ധ അമ്മ. മനുഷ്യൻ്റെ അകൃത്യങ്ങൾക്ക് നടുവിലും പരിശുദ്ധ അമ്മ ദൈവനീതിയുടെ, ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമായി നിലനിൽക്കുന്നു. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 25. ദിവ്യജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, ഈശോ മിശിഹ ദൈവമായിരുന്നു. പരിശുദ്ധമായ ജ്ഞാനത്തിൻ്റെ മനുഷ്യ രൂപമായിരുന്നു. ആ ജ്ഞാനത്തെ ഉദരത്തിൽ സ്വീകരിച്ചവളാണ് പരിശുദ്ധ അമ്മ. ദിവ്യജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 26. ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ, ഈശോ മിശിഹായിലൂടെ യഥാർത്ഥമായ ദൈവ ഐക്യത്തിൻ്റെ ആനന്ദം ഭൗമികർ സ്വായത്തമാക്കി. അതിനു കാരണമായവളാണ് പരിശുദ്ധ അമ്മ. ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 27. ആത്മജ്ഞാന പൂരിത പാത്രമേ, പരിശുദ്ധ അമ്മ ദൈവാത്മാവിന് യോജ്യമായ, ഈശോയെ സ്വീകരിക്കാൻ അനുയോജ്യമായ ഉദരമുള്ളവളായിരുന്നു. ആത്മജ്ഞാന പൂരിത പാത്രമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 28. ബഹുമാനത്തിൻ്റെ പാത്രമേ, പരിശുദ്ധ അമ്മ എത്രമാത്രം ബഹുമാന്യയും യോഗ്യയുമായിരുന്നു എന്നോർമ്മപ്പെടുത്തുന്ന വിശേഷണമാണിത്. ബഹുമാനത്തിൻ്റെ പാത്രമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഈ നാമം പരിശുദ്ധ അമ്മയുടെ ദൈവ കേന്ദ്രീകൃതവും ഭക്തി സാന്ദ്രവുമായ ദൈവാശ്രയത്വത്തെ വിവക്ഷിക്കുന്നു, വലുതായി വർണ്ണിക്കുന്നു. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 30. ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ഉത്തമഗീതം 2-ാം അധ്യായം 1-ാം വാക്യത്തിലേതുപോലെ ആത്മീയ സൗന്ദര്യവും നിഷ്കളങ്ക സ്നേഹവും ആഴമേറിയ ആത്മീയതയും നിറഞ്ഞവളാണ് പരിശുദ്ധ അമ്മ. ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാപുഷ്പമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിൻ്റെ കോട്ടയെ, 31-ാം നാമം. ഉത്തമഗീതത്തിൻ്റെ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദാവീദിൻ്റെ ഗോപുരത്തെ വിവരിക്കുന്നുണ്ട്. അപ്രകാരം ദൈവവചനത്തെ സംരക്ഷിച്ച പരിശുദ്ധ അമ്മ നമുക്കും സംരക്ഷണമേകുന്ന ഉറപ്പുള്ള കോട്ടയാണ്. ദാവീദിൻ്റെ കോട്ടയെ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 32. നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയെ മഹത്വീകരിക്കുന്ന നാമമാണിത്. ആനക്കൊമ്പുകൊണ്ട് തീർത്തതുപോലെ ശുഭ്രമായതാണ് അവളുടെ വിശുദ്ധി. നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 33. സ്വർണാലയമേ, ദൈവകുമാരനു വസിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത, മഹത്വീകരിച്ച, അനർഘമാക്കിയ വാസനികേതമാണ് പരിശുദ്ധ അമ്മ. അവൾ വിലമതിക്കാനാകാത്തവളാണ്. സ്വർണാലയമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 34. വാഗ്ദാനത്തിൻ്റെ പേടകമേ, പഴയ നിയമത്തിലെ വാഗ്ദാന പേടകം ദൈവ സാന്നിധ്യം പേറിയതുപോലെ
ദൈവത്തെ ഉദരത്തിൽ വഹിച്ചവളാണ്, കൈകളിൽ എടുത്തവളാണ്, കരുതിയവളാണ് പരിശുദ്ധ അമ്മ. ഇന്നും ദൈവജനത്തിന്, പുതിയ ഇസ്രായേലിന് സ്വർഗീയ കാനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ അവൾ വാഗ്ദാന പേടകം തന്നെയാണ്. വാഗ്ദാനത്തിൻ്റെ പേടകമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 35. സ്വർഗത്തിൻ്റെ വാതിലെ. പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്നും ദൈവപുത്രന് ഭൂമിയിലേക്കുള്ള വാതിലായെങ്കിൽ ഭൗമികർക്ക് സ്വർഗത്തിലേക്കുള്ള വാതിലും അവൾ തന്നെയാണ്. സ്വർഗത്തിൻ്റെ വാതിലെ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാല നക്ഷത്രമേ. 36 നാമം. ഉദിച്ചുയരാനിരിക്കുന്ന സൂര്യൻ്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നതാണ് ഉഷകാല നക്ഷത്രം. ഈശോയുടെ വെളിച്ചം നമ്മിലേക്ക് പകരുന്ന വരാനിരിക്കുന്ന പ്രഭാതത്തെ അഥവാ ദൈവിക രാജ്യത്തെ ഓർമ്മിപ്പിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. ഉഷകാല നക്ഷത്രമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 37. രോഗികളുടെ ആരോഗ്യമേ. രോഗപീഠകളാൽ വലയുന്നവർക്ക് ആടിയുലയാത്ത ആലംബശിലയാണ് പരിശുദ്ധ അമ്മ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 38. പാപികളുടെ സങ്കേതമേ. പാപികളായ നമുക്കെല്ലാവർക്കും അഭയകേന്ദ്രമായ മാധ്യസ്ഥ സ്രോതസ്സാണവൾ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 39. പ്രവാസികളുടെ ആശ്വാസമേ. ഫ്രാൻസിസ് മാർപ്പാപ്പ 2020 കൂട്ടിച്ചേർത്ത നാമമാണിത്. യുദ്ധം, ക്ഷാമം, അരക്ഷിതാവസ്ഥ ഇവ മൂലം പ്രവാസികളാകുന്നവർക്ക് ആശ്വാസവും ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിൻ്റെ മാതൃകയുമാണ് പരിശുദ്ധ അമ്മ. പ്രവാസികളുടെ ആശ്വാസമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 40. പീഡിതരുടെ ആശ്വാസമേ. ക്ലേശവും പീഡയും അനുഭവിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആശ്വാസവും പ്രതീക്ഷയും നൽകും. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 41. ക്രിസ്ത്യാനികളുടെ സഹായമേ. ക്രൈസ്തവർക്ക് ക്രിസ്തു തന്നെ നൽകിയ മഹത്തരമായ ദാനം വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയും. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 42. മാലാഖമാരുടെ രാജ്ഞി. സ്വർഗീയ രാജ്ഞിയായ പരിശുദ്ധ അമ്മയെ വർണ്ണിക്കുന്നതാണ് ഈ നാമം. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജ്ഞി. 43 നാമം. സ്വർഗവാസികളായ പൂർവപിതാക്കന്മാരുടെ ഇടയിലും പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന സ്ഥാനത്തെ വിവരിക്കുന്നതാണ് ഈ നാമം. സ്വർലോകരാജ്ഞിയെ വർണ്ണിക്കുന്ന നാമം. പൂർവപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 44. ദീർഘദർശികളുടെ രാജ്ഞി. സ്വർഗവാസികളായ പ്രവാചകന്മാരുടെ ഇടയിൽ പരിശുദ്ധ അമ്മയുടെ ദൈവകൃപയാലുള്ള പ്രാധാന്യം വിവരിക്കുന്ന നാമം. സ്വർഗീയ രാജ്ഞിയെ വർണ്ണിക്കുന്ന നാമം. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 45. ശ്ലീഹന്മാരുടെ രാജ്ഞി. സ്വർഗവാസികളായ അപ്പസ്തോലന്മാരുടെ ഇടയിലും പരിശുദ്ധ അമ്മയുടെ മഹത്വം വിവരിക്കുന്ന നാമം. സ്വർലോകരാജ്ഞിയെ വർണ്ണിക്കുന്ന നാമം. ശ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 46. വേദസാക്ഷികളുടെ രാജ്ഞി. സ്വർഗവാസികളായ രക്തസാക്ഷികളായ വിശുദ്ധരുടെ ഇടയിൽ പരിശുദ്ധ അമ്മയുടെ ഉന്നതി വെളിപ്പെടുത്തുന്ന നാമം. സ്വർഗീയ രാജ്ഞിയെ വർണ്ണിക്കുന്ന നാമം. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകരുടെ രാജ്ഞി. സ്വർഗവാസികളായ ഇഹലോക ജീവിതത്തിൽ തങ്ങളുടെ വിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് ഏറ്റുപറഞ്ഞ എല്ലാ ക്രൈസ്തവരിലും പ്രഥമ സ്ഥാനിയാണവൾ എന്നർത്ഥമാക്കുന്ന നാമം. സ്വർലോകരാജ്ഞിയെ വർണ്ണിക്കുന്ന നാമം. വന്ദകരുടെ രാജ്ഞി, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 48.
കന്യകകളുടെ രാജ്ഞി, സ്വർഗവാസികളായ ഇഹലോക ജീവിതത്തിൽ പാപത്തോടും തിന്മാരൂപികളോടും വിരക്തി പാലിച്ച എല്ലാ കന്യകകളിലും ഒന്നാമതാണവൾ. കന്യകകളുടെ രാജ്ഞി, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, 49-ാം നാമം. സ്വർഗവാസികളായ എല്ലാവർക്കും അവൾ അമ്മ തന്നെയാണ് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന നാമം. ആ സ്വർഗീയ രാജ്ഞിയെ വർണ്ണിക്കുന്ന നാമം. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 50. അമലോത്ഭവയായ രാജ്ഞി, പരിശുദ്ധ അമ്മ പാപമേതുമില്ലാതെ ജനിച്ച സ്വർഗീയ രാജ്ഞിയാണ് എന്നത് വിശ്വാസ സത്യമാണ്. അമലോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 51. സ്വർഗാരോപിതയായ രാജ്ഞി, പരിശുദ്ധ അമ്മ ശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട സ്വർഗീയ രാജ്ഞിയാണ് എന്നത് നമ്മുടെ വിശ്വാസ സത്യമാണ്. സ്വർഗാരോപിതയായ രാജ്ഞി, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 52. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ലിയോ 13-ാമൻ മാർപ്പാപ്പയാൽ 1883 കൂട്ടിച്ചേർക്കപ്പെട്ട നാമം. മരിയ ഭക്തിയിൽ ജപമാല പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം വിളിച്ചോതുന്ന നാമം. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 53. കർമ്മലസഭയുടെ അലങ്കാരമായ രാജ്ഞി, വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയാൽ 1995 കൂട്ടിച്ചേർക്കപ്പെട്ട നാമം. നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ ഇടപെടുന്നതിന് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ ഓർമ്മപ്പെടുത്തുന്ന നാമം. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 54. സമാധാനത്തിൻ്റെ രാജ്ഞി, ബെനഡിക്റ്റ് 15-ാമൻ മാർപ്പാപ്പയാൽ 1917 ലുത്തിനിയയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട നാമം. എല്ലാ ക്രൈസ്തവർക്കുമായുള്ള സമാധാനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും മധ്യവർത്തിയാണ് പരിശുദ്ധ അമ്മ എന്നത് എടുത്തു കാണിക്കുന്ന നാമം. സമാധാനത്തിൻ്റെ രാജ്ഞി, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ലുത്തിനിയ പ്രാർത്ഥന ചൊല്ലുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ ഈ നാമങ്ങളെ ആനന്ദത്തോടെ നമുക്ക് ഏറ്റുചൊല്ലാം. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയും സ്നേഹവും നമ്മെ എല്ലാവരെയും ഈശോയിലേക്ക് എത്തിക്കട്ടെ. ആമേൻ.